ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 7 വരെയുള്ള വാക്യങ്ങൾ നാം ധ്യാനിക്കുകയുണ്ടായി. ഇന്ന് 8 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കുവാനായിട്ട് സമയമെടുക്കാം. 8-ാം വാക്യം: ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. പൗലോസ് അപ്പോസ്തലന് ഫിലിപ്പിയിലെ വിശ്വാസികളെ കാണുന്നതിനുള്ള തൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് താൻ ദൈവത്തെ സാക്ഷി നിർത്തി പറയുന്ന വാക്കുകളാണ് ഈ വാക്കുകൾ. അവിടെ അവരെ കാണാനായിട്ടുള്ള പൗലോസ് അപ്പോസ്തലന്റെ ആഗ്രഹം എന്ന് പറയുന്നത്, അതിലുപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള വാക്ക് നിങ്ങളെ കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നാണ്. ദൈവമക്കളെ കാണുവാനായിട്ടുള്ള പൗലോസ് അപ്പോസ്തലന്റെ ആഗ്രഹത്തെ വാഞ്ച എന്നുള്ളതായ വാക്കുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ വാഞ്ച എന്ന് പറയുന്നതും ആഗ്രഹം, താല്പര്യം എന്ന് പറയുന്നതും ഒക്കെ ആയിട്ട് വ്യത്യാസമുണ്ട്. വാഞ്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ തീവ്രമായ ആഗ്രഹത്തെ കാണിക്കുന്നതായിട്ടുള്ള പദമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പൗലോസ് അപ്പോസ്തലന് ദൈവമക്കളെ, ഫിലിപ്പിയിലുള്ള സഭാംഗങ്ങളെ കാണുവാനായിട്ടുള്ള വലിയ താല്പര്യം എന്ന് ചോദിച്ചാൽ, ഫിലിപ്പിയിലുള്ള വിശ്വാസികൾ യഥാർത്ഥത്തിൽ ആത്മീയമായി പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തിലാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമ്മൾ കഴിഞ്ഞ ദിവസം നാം അത് പഠിച്ചപ്പോൾ അത് ചിന്തിക്കുകയുണ്ടായി. പൗലോസ് അപ്പോസ്തലൻ ഹൃദയത്തിലാണ്, ഫിലിപ്പിയിലെ വിശ്വാസികൾ എല്ലാവരും പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തിലാണ് ഉള്ളത്. ഇതിന് തൊട്ട് മുമ്പുള്ള വാക്യത്തില് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കൊണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ എന്നാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമായിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലയിൽ അത്രത്തോളം ഒരു വലിയ ആഴമായിട്ടുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ ഫിലിപ്പിയിലെ വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലനുള്ളത്. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലനുള്ളത് എപ്പോഴും ദൈവത്തിന് അവരെ ഓർത്ത് നന്ദി പറയുകയും അവരെക്കുറിച്ച് വലിയ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിന് കാരണം അവരുടെ ഹൃദയങ്ങളിൽ, പൗലോസിന്റെ ഹൃദയത്തിൽ അവിടുത്തെ വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നാം ദൈവമക്കളെ കാണുവാനായിട്ടുള്ള ഈ നിലയിലുള്ള ഒരു താല്പര്യവും വാഞ്ചയും നമ്മളുടെ ഹൃദയത്തിലുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ചിലപ്പോഴൊക്കെ നമുക്കങ്ങനെ ദൈവമക്കളെ കാണുന്നത്, അല്ലെങ്കിൽ കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള സന്തോഷം, താല്പര്യം, ഇതൊക്കെ എത്രയോ കുറവായിരിക്കാം എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവർക്ക് സ്ഥാനമുണ്ടെങ്കിൽ, സഹവിശ്വാസികൾക്ക് സ്ഥാനമുണ്ടെങ്കിൽ, അവരെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും അവരോട് കൂടിയിരിക്കുന്നതും എല്ലാം നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണെന്ന് മാത്രവുമല്ല, അതിനായിട്ട് നാം ഏറെ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അവർക്ക് സ്ഥാനമുണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ അവരെ കാണുവാനായിട്ടുള്ള ഒരു വാഞ്ച നമ്മുടെ ഉള്ളിലും ഉണ്ടാകും. എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നുള്ളതിന് ദൈവം സാക്ഷി. ദൈവം സാക്ഷി എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ വ്യാജമായി പറയുന്നതല്ല, മുഖസ്തുതി പറയുന്നതല്ല. നമ്മളൊക്കെ സാമാന്യ മനുഷ്യർ സാധാരണഗതിയിൽ തമ്മിൽ കാണുമ്പോൾ കണ്ടിട്ട് ഒത്തിരി കാലമായല്ലോ, ഒന്ന് കാണണമെന്ന് വിചാരിക്കുകയായിരുന്നു, വന്നല്ലോ, സന്തോഷമായി തുടങ്ങിയതായിട്ടുള്ള ചില ഭംഗിവാക്കുകൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഭംഗിവാക്കുകൾക്ക് ഉള്ളിൽ വലിയ കാതലൊന്നും ഉണ്ടായിരിക്കുകയില്ല. അത് കേവലം മറ്റുള്ളവരെ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭംഗിവാക്കുകൾ എന്നുള്ള നിലയിലായിരിക്കും. എന്നാൽ വിശ്വാസികൾ അങ്ങനെ പറയുവാനായിട്ട് പാടില്ല. അങ്ങനെ ഉള്ളിൽ യഥാർത്ഥമായിട്ടുള്ള മനോഭാവം ഇല്ലാതെ പുറമെ സംസാരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും അതിനെയാണ് കാപട്യം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ കാപട്യമല്ല, മറിച്ച് ആത്മാർത്ഥമായും പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തിൽ ഫിലിപ്പിയിലെ വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അവരെ കാണുവാനുള്ള വലിയ ആകാംക്ഷ, അല്ലെങ്കിൽ താല്പര്യം, വാഞ്ച തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണാം. ശരി, അതിനുശേഷം 9-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്
അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അവരുടെ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ സ്നേഹത്തെക്കുറിച്ച് നാം ഏറെ കേട്ടു. പ്രത്യേകിച്ച് സാബു സഹോദരൻ യോഹന്നാൻ എഴുതിയ ലേഖനങ്ങൾ പഠിപ്പിച്ചപ്പോൾ എത്രയോ കാര്യങ്ങളാണ് സ്നേഹത്തെക്കുറിച്ച് പറയുവാനായിട്ടുള്ളത്. ബൈബിളിൽ ഉടനീളം, പ്രത്യേകിച്ച് പുതിയ നിയമസഭയോട് ദൈവം സംസാരിക്കുന്നതായ തൻ്റെ അപ്പോസ്തലന്മാരിലൂടെയും വിശുദ്ധ പ്രവാചകന്മാരിലൂടെയും സംസാരിക്കുന്നതായുള്ള വേദഭാഗം മുഴുവൻ ക്രിസ്തീയ സ്നേഹത്തെ അല്ലെങ്കിൽ ദൈവജനം തമ്മിലുള്ള സ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ അതിലേക്ക് പറയുന്ന വാക്കുകളാണ് നമുക്ക് ധാരാളം കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്, അപ്പോൾ അവരുടെ സ്നേഹമില്ല എന്നുള്ള ഒരു പരാതി അവിടെ പറയുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ കുറവുണ്ട് എന്ന് പറയുന്നില്ല. നിങ്ങൾ തമ്മിൽ പിണക്കമുണ്ട് എന്നൊന്നും പറയുന്നില്ല. കൊരിന്ത്യർ സഭയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട് എന്നും വഴക്കുണ്ട് എന്നും ഒക്കെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഫിലിപ്പിയ സഭയെ കുറിച്ച് അങ്ങനെയുള്ള ഒരു പരാതി പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്നതായിട്ടുള്ളൊരു കാര്യം, ദൈവമക്കൾ തമ്മിലുള്ളതായിട്ടുള്ള സ്നേഹം അത് നാൾതോറും വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തീയ സ്നേഹമാണ് ഉള്ളതെങ്കിൽ, അതായത് ദൈവാത്മാവ് നമ്മിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകുന്നതായ ആത്മാവിന്റെ ഫലമാകുന്ന സ്നേഹമാണ് നമ്മളിൽ ഉള്ളത് എങ്കിൽ അതൊരിക്കലും അത് അങ്ങനെ നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് അത് വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ഒരു സ്നേഹമാണ്. അത് ദൈവിക ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നത് കൊണ്ട്, ആ ജീവനിൽ നിന്ന് ഉളവാകുന്നതായിട്ടുള്ള സ്നേഹമായതുകൊണ്ട് അതങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് അത് വളരുന്ന ഒന്നാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഈ സമൃദ്ധിയായിട്ടുള്ള ജീവൻ നമ്മളിൽ ഉണ്ടാകുമ്പോൾ, ജീവൻ അത് അതിന്റെ സമൃദ്ധിയിലേക്ക് കടക്കുമ്പോൾ, ആ ജീവനിൽ നിന്നുളവാകുന്നതായിട്ടുള്ള സ്നേഹവും അതും ഒരു സമൃദ്ധിയിലേക്ക്, പുതിയ പുതിയ തലങ്ങളിലേക്ക് കടക്കും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ അത് വർദ്ധിച്ചു വരണം എന്ന് പറയുന്നതിന് കാരണം. നമുക്ക് തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോഴും ഈ വർദ്ധിച്ചു വരുന്ന സ്നേഹത്തെക്കുറിച്ച് അവിടെ തൻ്റെ 2 ലേഖനങ്ങളിലും എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിൽ, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിച്ച് കവിയുമാറാക്കുകയും, ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്ദ്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നുണ്ട്. അതങ്ങനെ ഓരോ ദിവസം കഴിയും തോറും അത് വർദ്ധിച്ച് വരുന്നതായിട്ടുള്ള ഒരു സ്നേഹമാണ്. അതുപോലെ തന്നെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിച്ച് കവിയുമാറാക്കുകയും. അപ്പോൾ ഇതാണ് ക്രിസ്തീയ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് വർദ്ധിച്ചു വരും, അത് വർദ്ധിച്ച് കവിയും. ഗ്ലാസ്സൊക്കെ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതും നിറഞ്ഞു കവിയുന്നു എന്ന് പറയുന്നതും രണ്ടും രണ്ടർത്ഥമാണ്. എപ്പോഴാണ് അത് കവിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ നിറവിലേക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതങ്ങനെ കവിഞ്ഞൊഴുകും എന്ന് പറഞ്ഞതുപോലെ ദൈവ മക്കൾ തമ്മിലുള്ളതായിട്ടുള്ള സ്നേഹം അത് ഓരോ ദിവസവും കൂടിക്കൂടി വരുമ്പോൾ അത് നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവത്തിലേക്ക് അത് പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ക്രിസ്തീയ സ്നേഹത്തിന്റെ പ്രത്യേകതയാണ്. പ്രിയമുള്ളവരെ, ദൈവജനത്തോടുള്ള നമ്മളുടെ സ്നേഹം ഈ നിലയിൽ നിറഞ്ഞ് കവിയുന്നതായിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ അത് ക്രിസ്തീയ സ്നേഹമായിരിക്കുവാനായിട്ടുള്ള സാധ്യത കുറവാണ്. കാരണം നാം ആത്മീയമായി വളരുകയും ആത്മാവിന്റെ പ്രവർത്തനത്തിന് നാം നമ്മെ തന്നെ കൂടുതൽ കൂടുതൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നാം പിതാവിന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്ദ്യരായി നാം മുന്നേറുകയും ചെയ്യുമ്പോൾ നമ്മളിലുള്ള സ്നേഹം അത് വർദ്ധിച്ചു വരാതിരിക്കാനായിട്ടുള്ള യാതൊരു ന്യായവുമില്ല, സാധ്യതയുമില്ല എന്ന് മാത്രവുമല്ല, അതൊരു വിധത്തിൽ പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം തെസ്സലോനിക്കർക്ക്
രണ്ടാമത് താൻ ലേഖനം എഴുതുമ്പോഴും അവിടെ പൗലോസ് അപ്പോസ്തലൻ അവരെ കുറിച്ച് പറയുന്ന, സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാമ്പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകിയും വരികയാൽ ഞങ്ങൾ യോഗ്യമാകും ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ വിശ്വാസം ഏറ്റവും ആളാമ്പ്രതി വർദ്ധിച്ചു. വിശ്വാസം ആളാമ്പ്രതി വർദ്ധിച്ചു വരുന്നതിന്റെ ഫലമായിട്ട് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകി വരികയാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, പെരുക്കുക എന്ന് പറഞ്ഞാൽ ഗുണിക്കുക എന്നാണ് അർത്ഥം. കൂട്ടലുണ്ട്, ഗുണിക്കലുണ്ട്, ഹരിക്കലുണ്ട്, കുറയ്ക്കലുണ്ട്. അപ്പോൾ ഈ കൂട്ടുക എന്നുള്ളതല്ല, നിങ്ങളുടെ സ്നേഹം കൂടി വരട്ടെ എന്നുള്ളതിനേക്കാൾ അത് പെരുകി വരുമാറ് എന്ന് പറയുമ്പോൾ അത് 1, 2, 3, 4 എന്നുള്ള നിലയിലല്ല, 1, 2, 4, 8, 16 ആ ഒരു നിലയിൽ. അതാണ് ഗുണനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് അങ്ങനെ വർദ്ധിച്ചു വരണം എന്നുള്ളതാണ് തെസ്സലോനിക്കർക്ക്. വർദ്ധിച്ചു വരണമെന്നല്ല, അത് വർദ്ധിച്ച് വരികയാൽ എന്ന് വെച്ചാൽ ഒന്നാമത്തെ ലേഖനം എഴുതുമ്പോൾ അത് വർദ്ധിച്ച് കവിയുമാറാകട്ടെ എന്നുള്ള ഒരു ആശംസയും പ്രാർത്ഥനയുമാണ് എങ്കിൽ, രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോൾ അതങ്ങനെ അവിടെ വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ അത് പെരുകി വന്നിരിക്കുന്നു എന്നുള്ള ആശ്വാസവും സന്തോഷവും അതിനെപ്രതി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ശരി, ക്രിസ്തീയ സ്നേഹത്തിന്റെ പ്രത്യേകതയാണ് അത് സ്റ്റാറ്റിക് അല്ല, അതങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുന്നതല്ല, മറിച്ച് അത് ഉറച്ചു നിൽക്കുകയും അതുപോലെ തന്നെ അത് വളരുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വർദ്ധിച്ചു വരണം. പ്രിയമുള്ളവരെ, നമ്മളുടെ സ്നേഹം ഓരോ കാലഘട്ടം കഴിയുമ്പോഴും വർദ്ധിച്ചു വരുന്നുണ്ടോ, അതോ അത് അങ്ങനെ തന്നെ നിൽക്കുന്നതേ ഉള്ളോ, അതേ കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ശരി, ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, നിങ്ങളുടെ സ്നേഹം വർദ്ധിച്ചു വരേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരണം. എന്താണ് പരിജ്ഞാനത്തിലും വിവേകത്തിലും സ്നേഹം വർദ്ധിച്ചു വരിക എന്ന് പറഞ്ഞാൽ? സ്നേഹം വർദ്ധിച്ചു വരിക എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. താത്വികമായിട്ടെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല. എന്നാൽ അത് പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരണം എന്ന് പറഞ്ഞാൽ എന്താണ് പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള സ്നേഹം? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സ്നേഹം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ യഥാർത്ഥത്തിൽ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. നമുക്ക് സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ഉപരിപ്ലവമായിട്ട് മാത്രമേ സ്നേഹത്തെക്കുറിച്ച് പൊതുവെ ആളുകൾ ചിന്തിക്കാറുള്ളൂ. ഒരു ഉദാഹരണത്തിന്, സ്നേഹിക്കുന്നു എന്ന് വരുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ മുറിപ്പെടുത്താത്ത ഒരു സ്നേഹമാണ് നമുക്ക്. നാം പലപ്പോഴും സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, സ്നേഹം അങ്ങനെ മുറിപ്പെടുത്തുകയില്ല. എന്നാൽ ദൈവിക സ്നേഹത്തിന്റെ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ദൈവിക സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ചിലപ്പോൾ മുറിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ജിജി സിസ്റ്ററെ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ചിലപ്പോൾ ചില മുറിപ്പെടുത്തലുകൾ ഉണ്ടാവും. ഒരു ഉദാഹരണത്തിന്, ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം സ്നേഹമാണ്, തന്റെ പുത്രനെ നൽകുവാൻ തക്കൊണ്ടും ദൈവം നമ്മെ സ്നേഹിച്ചു, നിങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം, ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ദൈവം പിതാവ് സ്നേഹിക്കുന്ന ഏത് മകനെയും തല്ലുന്നു അല്ലെങ്കിൽ ശിക്ഷിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ദൈവിക സ്നേഹത്തിന്റെ പിന്നാമ്പുറത്ത് നാം സ്നേഹിക്കുന്ന വ്യക്തികളുടെ ഏറ്റവും വലിയ നന്മയാണ് നമ്മളുടെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് ആ നന്മ അവർക്ക് വരേണ്ടതിന് ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളിലും ആ സ്നേഹത്തിലുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്നുള്ള ഒരു അർത്ഥമാണ്
അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു അന്യോന്യം പ്രസാദിപ്പിക്കണം എന്നുള്ളത് ഒരു ശരിയാണ്, അതൊരു യാഥാർത്ഥ്യവുമാണ്. എന്നാൽ നമുക്ക് മനുഷ്യനെ പ്രസാദിപ്പിക്കുക, ദൈവ കൽപ്പനകൾക്കും ദൈവിക പരിപാടികൾക്കും അപ്പുറമായിട്ട് മനുഷ്യനെ പ്രസാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പെരുമാറ്റങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നല്ല സ്നേഹത്തിൽ നിന്ന് വരുന്നതല്ല. പലപ്പോഴും സഭാ ശുശ്രൂഷകന്മാർ തങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ ശാസിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല, അവരോട് കർശനമായിട്ട് ഇടപെടുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല എന്നുള്ള നിലയിലൊക്കെയുള്ള അവസ്ഥ ഇന്ന് അനേക സഭകളിലും വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും കാരണത്തിൽ ഒരു സഹോദരനെയോ സഹോദരിയെയോ തിരുത്തേണ്ടതായിട്ടുള്ള ആവശ്യം വന്നാൽ അത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അങ്ങനെ തിരുത്തപ്പെടാനൊന്നും ഞാൻ തയ്യാറല്ല, മറിച്ച് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ നിന്നുകൊള്ളണം, എനിക്ക് ഒരു വിധത്തിലുമുള്ള വേദനയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അപ്പുറം ഒരു അഭിപ്രായം നിങ്ങൾക്ക് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യവും ഇല്ല എന്നുള്ള നിലയിലാണ് അനേക സഭകളിലും വിശ്വാസികൾ അല്ലെങ്കിൽ ആടുകൾ ഇടയന്മാരുടെ കീഴിലായിരിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസികൾ തമ്മിലുമുള്ള സ്നേഹം എന്ന് പറയുന്നത് ആരും ആരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളെയും കണ്ണടച്ച് അങ്ങനെ മുമ്പോട്ട് പോകുന്നതായിട്ടുള്ള ഒരു ജീവിതമാണ്, ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ ഇന്ന് സഭകളിലൊക്കെയും ഉള്ളത്. എന്നാൽ അങ്ങനെ ഒരു ബന്ധത്തിന് യാതൊരു പ്രസക്തിയും ദൈവവചനത്തിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരിജ്ഞാനത്തിലും വിവേകത്തിലും ഉള്ളതായിട്ടുള്ള സ്നേഹം, ആ സ്നേഹം വർദ്ധിച്ചു വരുമ്പോൾ അവിടെ തിരുത്തലുകളുണ്ട്, അവിടെ ശാസനയുണ്ട്, അവിടെ തർജ്ജനമുണ്ട്, അവിടെ മുറിപ്പെടുത്തലുകളുണ്ട്. ഇതൊക്കെ ആവശ്യമാണ്. നമുക്കറിയാം, നമുക്ക് ഒരു ഗൗരവമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരു ഉദാഹരണത്തിന് ഒരു മുഴയോ ക്യാൻസറോ ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ആ ശരീരത്തെ വേദനിപ്പിക്കാതെ ആ മുഴയെ നീക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പ്രിയ ഫിലോമിന സഹോദരി മുട്ടിന്റെ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുകയാണ്. ആ മുട്ടിന്റെ ശസ്ത്രക്രിയയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു സാധാരണ ജീവിതം നടക്കാനും ജോലി ചെയ്യാനൊക്കെ സാധിക്കുമെന്നുള്ളതായ ഒരു വിശ്വാസത്തിലാണ് ശസ്ത്രക്രിയക്ക് പോയത്. എന്നാൽ ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ സഹോദരി വളരെ കഠിനമായിട്ടുള്ള ചില വേദനകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. എന്തായാലും ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിന്റെ ആശ്വാസം വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കഠിനമായ വേദനയിലൂടെയാണ് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ആത്മീക പ്രശ്നങ്ങൾക്കും യഥാർത്ഥത്തിൽ പല പ്രശ്നങ്ങൾക്കും ഒരു ആഴത്തിലുള്ള സർജറി ആവശ്യമായിട്ട് വരും. ദൈവവചനം കേൾക്കുകയും ആ കേൾക്കുന്നതിന് നാം ഏകപക്ഷീയമായിട്ട് വിധേയപ്പെടുകയും ചെയ്യുമ്പോൾ പ്രശ്നങ്ങളില്ലാതെ അത് പരിഹരിക്കപ്പെടുമെന്നാൽ പലപ്പോഴും നമ്മളുടെ ശീലങ്ങൾ കൊണ്ടും നമ്മളുടെ രൂപാന്തരപ്പെടാത്തതായിട്ടുള്ള സ്വഭാവങ്ങൾ കൊണ്ടും നമ്മളുടെ പഴയ മനുഷ്യന്റെ സ്വഭാവങ്ങളും ഒക്കെ നമ്മെ പലപ്പോഴും ചില ആഴത്തിലുള്ള ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയാൽ മാത്രമേ ശരിയാകുകയുള്ളൂ എന്നുള്ളതായ അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പരിജ്ഞാനത്തിലും വിവേകത്തിലും ഉള്ളതായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് കേവലം ആളുകളെ അന്യോന്യം സുഖിപ്പിക്കുന്ന കേവലം ഉപരിപ്ലവമായിട്ടുള്ള ഒരു ബന്ധമല്ല, മറിച്ച് ഒരാളുടെ ആത്മീയമായിട്ടുള്ള ഏറ്റവും വലിയ നന്മയെ കണക്കാക്കിക്കൊണ്ട് ആവശ്യമായ മേഖലകളിൽ സർജറി ആവശ്യമായിട്ടുള്ളത് അത് ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്നേഹമാണ്. നമുക്കറിയാം, സ്നേഹം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നതിൽ ഗലാത്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിൽ നാം കാണുന്നതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് സ്നേഹം മാത്രമായിട്ടല്ല വരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ സ്നേഹം മാത്രമായിട്ട് അല്ല, മറിച്ച് അവിടെ അതിനോട് ചേർന്ന് 8 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ 8 കാര്യങ്ങൾ പൂർണ്ണമല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നാൽ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഈ സ്നേഹം അതിന്റെ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരുമ്പോൾ ആ സ്നേഹത്തോടു കൂടി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അവിടെ സമാധാനമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ സൗമ്യതയുണ്ട്, അവിടെ താഴ്മയുണ്ട്, അവിടെ ഇന്ദ്രിയജയമുണ്ട്, അവിടെ വിശ്വസ്തതയുണ്ട്, അവിടെ പരോപകാരമുണ്ട്. ഇതെല്ലാം അതിനോട് ചേർന്ന് വരുന്നതായിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള സ്നേഹം അതിനകത്ത് അതിനോട് ചേർന്നുള്ളതായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. സ്നേഹം എന്നുള്ളത് കാണുമ്പോൾ ചിരിക്കുന്ന, അത്യാവശ്യം കെട്ടിപ്പിടിക്കുന്നതോ അല്ല ആലിംഗനം ചെയ്യുന്നതോ അല്ലെങ്കിൽ സൽക്കരിക്കുന്നതോ എന്നുള്ളതിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ളതായ ഒരു കാര്യമല്ല. അതിനെ ആ ഒരു തലത്തിലേക്ക് ഇന്ന് ലോകത്തിൽ സ്നേഹത്തെ കൊണ്ടുപോയി തളച്ചിട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ ആത്മീക നന്മയാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും എടുത്താൽ മാത്രമേ അതൊരു ക്രിസ്തീയ സ്നേഹം ആകുന്നുള്ളൂ. നമ്മൾ പലപ്പോഴും ആരെയെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ പിന്നെ സഭയിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയാണ് ആളുകളുടെ ഉള്ളിലുള്ളത് എങ്കിൽ, അങ്ങനെ ഒരു മനോഭാവമാണ് ഉള്ളത് എങ്കിൽ, അവിടെ ക്രിസ്തീയ സ്നേഹം അല്ലെങ്കിൽ ആത്മാവിന്റെ ഫലമായിരിക്കുന്ന സ്നേഹം അവിടെ അശേഷം ഇല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇന്ന് ലോകത്ത് കാണുന്നതായിട്ടുള്ള സ്നേഹമൊക്കെ അങ്ങനെയുള്ള സ്നേഹങ്ങളാണ്. ഒറ്റ വാക്കിന്റെ പുറത്ത് എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു പോകുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ശാസനയുടെ പുറത്ത് എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു പോകുന്നതായിട്ടുള്ള വെറും ഉപരിപ്ലവമായിട്ടുള്ള സ്നേഹത്തിന്റെ ഉടമകളാണ് ഇന്ന് അനേക സഭകളിലും അനേക വിശ്വാസികളും തമ്മിലുള്ളത് എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു സ്നേഹം വർദ്ധിച്ചു വന്നിട്ട് ഒരു കാര്യവുമില്ല. അത് വർദ്ധിച്ചു വരുന്നത് പോലെ തന്നെ അത് ഒരു നിമിഷം കൊണ്ട് അതില്ലാതെയായി പോകും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പരിജ്ഞാനത്തിലും വിവേകത്തിലുമുള്ള സ്നേഹത്തിന്റെ വളർച്ചയാണ് ശരിതെറ്റുകളെ അന്യോന്യം പറയുവാനും തിരുത്തുവാനും അന്യോന്യം പ്രബോധിപ്പിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യത്തോടു കൂടി വരുന്നതായിട്ടുള്ള സ്നേഹം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അല്ലാതെ സ്നേഹം ഉളവാകുകയില്ല, നിലനിൽക്കുകയുമില്ല എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ പരിജ്ഞാനത്തിലും വിവേകത്തിലും സകല വിവേകത്തിലും നമ്മളുടെ സ്നേഹം അന്യോന്യം വർദ്ധിച്ചു വരണം എന്നുള്ളതിനേക്കാൾ അത് പെരുകി വരണം എന്നുള്ള വാക്ക് നമുക്ക് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ വർദ്ധിച്ചു വന്നാൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഫലത്തെക്കുറിച്ചാണ് അടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം. അത് ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ അത് വായിച്ചാൽ അത് എഴുതിയിരിക്കുന്നത് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണമെന്നാണ്. അപ്പോൾ നമ്മൾ ഭേദാഭേദങ്ങളെ വിവേചിക്കണം അല്ലെങ്കിൽ ഏറ്റവും നല്ലത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത് നമ്മളിൽ ദൈവസ്നേഹവും സഹോദര സ്നേഹവും വർദ്ധിക്കുന്നതിലൂടെയാണ് എന്നാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നമുക്ക് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ അതിന് ഉത്തരമുണ്ട്. നാം വായിച്ച വാക്യത്തിൽ തന്നെ ഉണ്ട്. സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാമ്പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകുകയും വരികയാണ്. അപ്പോൾ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് സ്നേഹം വർദ്ധിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള, അതായത് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ശരിതെറ്റുകളെ വിവേചിക്കുവാനായിട്ട് നിങ്ങൾക്ക് സ്നേഹത്തിൽ നിങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ, സ്നേഹത്തിൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും നിങ്ങൾക്ക് വർദ്ധിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അത് കഴിയുമെന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യം അതിനോട് ചേർന്ന് നിങ്ങളുടെ വിശ്വാസവും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. വിശ്വാസം വർദ്ധിക്കുമ്പോൾ അതിനോട് ചേർന്ന് വരുന്നതായിട്ടുള്ള കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സ്നേഹവും വിശ്വാസവും അത് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ലേഖനങ്ങളിൽ ഉടനീളം നമ്മൾ വിവിധ വാക്യങ്ങൾ എടുത്തുകൊണ്ട് പഠിക്കുകയുണ്ടായല്ലോ. സ്നേഹവും വിശ്വാസവും സ്നേഹവും അത് ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്. നമ്മൾ വിശ്വാസം വർദ്ധിക്കുമ്പോൾ സ്നേഹം വർദ്ധിക്കും, സ്നേഹം വർദ്ധിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കും. അപ്പോൾ നമുക്ക് ശരിതെറ്റുകളെ വിവേചിക്കുവാനായിട്ടുള്ള ആത്മീകമായിട്ടുള്ള ഒരു പ്രാവീണ്യത്തിലേക്ക്, ഒരു തലത്തിലേക്ക് നമുക്ക് വളരുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ആയിത്തീരണം. അപ്പോൾ ഈ സ്നേഹത്തിൽ നാം മേൽക്കുമേൽ വർദ്ധിച്ചു വരുന്നില്ലെങ്കിൽ ക്രിസ്തുവിന്റെ നാളിലേക്ക് എന്ന് പറയുമ്പോൾ കർത്താവ് വെളിപ്പെടുന്ന ആ ഒരു ദിവസമെന്നും അതുപോലെ തന്നെ കർത്താവ് വരുന്നതിന് മുമ്പ് മരിച്ചു മാറ്റപ്പെടുന്നതായിട്ടുള്ള ആളുകളാണെങ്കിൽ
അവർ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നതായിട്ട് ആ ദിവസമെന്നും ഈ രണ്ട് നിലയിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്തുവിന്റെ നാളിലേക്ക് നിങ്ങൾ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായി തീരണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം? നിങ്ങൾ സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം. നിങ്ങൾ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാനായിട്ട് കഴിയണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ നാളിൽ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായി നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ എവിടെയാണ് അതിന്റെ തുടക്കം? വിശ്വാസത്തിൽ വർദ്ധിക്കുന്നു, സ്നേഹത്തിൽ വർദ്ധിക്കുന്നു, നമ്മൾ ശരിതെറ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ഏറ്റവും നല്ലതിനെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ടുള്ള നമ്മുടെ കഴിവ് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന കൃപ വർദ്ധിക്കുന്നു. അതുവഴി ക്രിസ്തുവിന്റെ നാളിൽ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായി തീരുന്നു. പിന്നെ അടുത്തതായിട്ട് നാം വായിക്കുന്ന 11-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിബലം നിറഞ്ഞവരുമായി തീരുന്നു. അപ്പോൾ ഇത് ഒരു ചെയിൻ പോലെ ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായിട്ട് നാം തീരണം. അത് എന്തിനു വേണ്ടിയാണ്? അത് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയിട്ടാണ്. അതാണ് നമ്മെക്കുറിച്ചുള്ള ആത്യന്തികമായിട്ടുള്ള ദൈവിക പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മളുടെ വിശ്വാസം വർദ്ധിക്കുക, അതിന്റെ ഫലമായിട്ട് നമ്മുടെ സ്നേഹം വർദ്ധിക്കുക, അതിന്റെ ഫലമായിട്ട് നമ്മൾ ശരിതെറ്റുകളെയും അല്ലെങ്കിൽ ഏറ്റവും നല്ലതിനെയും വിവേചിക്കുവാനായിട്ട് നമുക്ക് കഴിയുക, അതിന്റെ ഫലമായിട്ട് ക്രിസ്തുവിന്റെ നാളിൽ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായിട്ട് തീരുക, അങ്ങനെ നമ്മൾ നീതിഫലം നിറഞ്ഞവരായിട്ട് തീരുക, അങ്ങനെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വവും പുകഴ്ചയുമായിട്ട് നാം തീരുക. ഇതാണ് നമ്മെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവിക പരിപാടി എന്ന് പറയുന്നത്. നമ്മള് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ഇതാണ് ക്രിസ്തീയ ജീവിതം. അതല്ലാതെ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുന്നു എന്ന് കേവലം നമ്മുടെ വാക്കുകൊണ്ട് ഏറ്റുപറയുകയും ചില ആത്മീക യാഥാർത്ഥ്യങ്ങൾ ബൈബിളിൽ നിന്ന് നാം മനസ്സിലാക്കുകയും പിന്നീട് പോയി ഒന്ന് മുങ്ങിയിട്ട് നാം സഭായോഗങ്ങളിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ചില ബൈബിൾ വായനകളോ പ്രാർത്ഥനകളോ ഒക്കെ ചെയ്തുകൊണ്ട് നാം മുമ്പോട്ട് പോകുന്നതായിട്ടുള്ള ആ ഒരു ജീവിതം, അത് ക്രിസ്തീയ ജീവിതത്തിൽ അതൊക്കെയും ഉണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ അത് ക്രിസ്തീയ ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഒരു പ്രാർത്ഥനയുടെ രൂപത്തിൽ ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് വേണ്ടി കഴിക്കുന്നത് എന്ന് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ ഈ നാളുകളിൽ. അതിനുശേഷം അതിനോട് നാം അത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീരുവാനും ദൈവം ഈ നാളുകളിൽ നമ്മളെ സമൃദ്ധമായി നൽകട്ടെ, സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.